ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഇവിടെ ഞാൻ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ട് ഒരു പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഇങ്ങനെ ഈ ചുവന്ന കളറിലുള്ള പച്ചടിയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത് കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും നല്ല രുചിയോടും എരിയോടും കൂടിയ ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ രീതിക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ട് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാം അരിഞ്ഞു വെച്ചേക്കുവാണേ. എന്നിട്ട് ഞാൻ 2 ചെറിയ ബീട്രൂട്ടാണ്, അത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് 2 ചെറിയ ബീട്രൂട്ട്. അതിനകത്തേക്ക് 2 പച്ചമുളക്, അത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞേക്കുവാണേ. 2 പച്ചമുളക്, പിന്നെ ഞങ്ങളുടെ സ്വന്തം കറിവേപ്പില, പിന്നെ ഒരു ഇത്രയും കഷ്ണമുള്ള ഇഞ്ചി കണ്ടോ, അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി, അത് പൊളിച്ച് കീറി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഒന്നുകൂടെ പറയാം. ബീട്രൂട്ട് ചെറിയ 2 ബീട്രൂട്ടിൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നത്. അത് ഞാൻ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, 2 അല്ലി വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ നമുക്കിതൊന്ന് വേവാൻ വെക്കാം. നമുക്കിത് വേവാനായിട്ട് അടുപ്പേ വെക്കാവേ. അതിനായിട്ട് നമുക്ക് ഈ ഗ്യാസ് കത്തിച്ചിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത് കണ്ടോ. ഈ മൺചട്ടിക്കകത്തോട്ട് ഈ സാധനങ്ങൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സാധനങ്ങൾ അത്രയും നമ്മൾ ഇതിനകത്തോട്ട് വേവാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ബീട്രൂട്ട്. രണ്ട് തണ്ട് കറിവേപ്പില തണ്ടോടുകൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളം ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം, അതായത് നമുക്ക് വെള്ളം ഒത്തിരി ആവരുത്. ഇത് വേവാനുള്ളൂ. ഓൾറെഡി നമ്മൾ കൊത്തി അരിഞ്ഞത് കൊണ്ട് ഒത്തിരി വേവൊന്നും കാണത്തില്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും നമ്മൾ ഇടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ബീട്രൂട്ട് ഇത്രയും കൂടി ഇട്ടിട്ട് ഇത്രയും വെള്ളമേ ആകാവൂ. ഒത്തിരി വെള്ളം ഒന്നും ആയി പോകരുത്. ആയിപ്പോയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും. ഇതേണ്ട കണ്ടോ, ഇത്രയും വെള്ളം കാണാമല്ലോ. ഇത്രയും വെള്ളമേ ആകാവേ. അത് നമ്മൾ ഇനി ഇത് വേവുമ്പോഴത്തേക്കിന് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. നമ്മൾ തീ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് അത് വേവാനായിട്ട് സമയം കൊടുക്കുക. നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. അരയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചടി ഉണ്ടാക്കുമ്പോൾ കുറേ തേങ്ങയൊന്നും അരക്കത്തില്ല. കുറച്ച് തേങ്ങ അരച്ചാൽ മതി. തേങ്ങ ഒത്തിരി അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പം അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുക്കുക. അതായത് ജസ്റ്റ് ചെറിയൊരു കപ്പ് തേങ്ങ എടുക്കുക. ഒരു 3-4 ജീരകം, മോരിനൊക്കെ അരയ്ക്കുന്ന ജീരകമില്ലേ, അതൊരു 3-4 കണ്ടല്ലോ. ഇത് മാത്രം നമ്മൾ മിക്സിയിൽ അധികം വെള്ളം ഒഴിക്കാതെ നമ്മളിത് അരച്ചെടുക്കണം. നമ്മളിത് അരയ്ക്കാനുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ, കൂടുതൽ ചേർക്കരുത് കേട്ടോ. അരയ്ക്കാനുള്ള വെള്ളം മാത്രം. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ പച്ചടിക്കുള്ള ഇതുണ്ടോ, വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴേക്കും നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കണ്ടോ, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഇതിനകത്തെ വെള്ളം ഉണ്ടല്ലോ അതും ജസ്റ്റ് ഒന്ന് പറ്റി ഈ അരപ്പൊന്ന് ചൂടാകട്ടെ. അത്രയും സമയം നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുക. അരപ്പെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഇത് ഒന്ന് തിളച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അരപ്പ് കേട്ടോ. ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് ഈ വെള്ളം കൂടെ അങ്ങ് പറ്റിക്കോട്ടെ. കണ്ടോ, എത്രയും വെള്ളം കണ്ടോ, അതുകൂടെ ഒന്ന് പറ്റിക്കോട്ടെ. ആ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കാം. മെയിനായിട്ട് നമ്മുടെ പച്ചടിയുടെ ഒരു ചേരുവയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കടുകുണ്ടല്ലോ അത് പച്ചയ്ക്ക് ചതച്ചിടുക എന്നുള്ളത്. ചിലർ മിക്സിയിൽ അരപ്പിൻ്റെ കൂടെ അരയ്ക്കും, അതൊന്നും ശരിയാകത്തില്ല. നമ്മൾ അത് കല്ലേ തന്നെ വെച്ച്
ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ വെള്ളപ്പരിപ്പും കറുപ്പും എല്ലാം കൂടെ കിടക്കുന്നത്. നമ്മൾ കടയിൽ നിന്നും കടുകിൻ്റെ പരിപ്പ് കിട്ടും, പക്ഷെ അതൊന്നും ഇതിനൊരു സുമാറാവത്തില്ല കേട്ടോ. അപ്പം നമ്മൾ കടുക് ഇത് പഴയ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കടുക് ചതച്ചാണല്ലോ ഇടുന്നത്. അതിന് വേണ്ടി ഉണ്ടല്ലോ ഞാൻ ഇത്രയും കടുക് എടുത്തോണ്ട്, ഇത്രയും വേണ്ട, ഇതിൻ്റെ പകുതി മതി. ഇതിൻ്റെ പകുതി കടുക് എടുത്തിട്ട് നമ്മൾ അരകല്ലുണ്ടല്ലോ, പണ്ടത്തെ കാലത്തെ അരകല്ല്, ആ അരകല്ലയിലിട്ട് ചതച്ച് കൊണ്ടുവന്ന് വേണം ഇതിനകത്ത് ഇടാൻ. മനസ്സിലായി? അല്ല നമ്മൾ മിക്സിയിലൊന്നും അരച്ചാൽ ഇത് ശരിയാകത്തില്ല. ഒന്നേ അരഞ്ഞു പോകും, പിന്നെ ഇടയ്ക്കൊന്നും അരയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഇത് ഒത്തിരി അരഞ്ഞു പോകരുത്. ഇതിൻ്റെ പരിപ്പ് വെളിയിൽ കാണണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ കടുക് ഇത്രയും കടുകാണ് ഇട്ടേക്കുന്നത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ അരകല്ലയിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അരച്ചാൽ അതിൻ്റെ ആ കറക്റ്റ് രൂപം കിട്ടത്തില്ല, ആ ടേസ്റ്റും കിട്ടത്തില്ല. കണ്ടല്ലോ, ഈ പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വാരിയെടുക്കാം. വെള്ളമൊന്നും തൊടരുത് കേട്ടോ, വെള്ളമൊന്നും തൊട്ടല്ല ഇത് അരയ്ക്കുന്നത്. അല്ലാതെ ഒക്കെ നമ്മുടെ ഇതെല്ലാം വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ തൈരുണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. കടകളിൽ നിന്നൊക്കെ നമ്മൾ തൈര് മേടിച്ചാലുണ്ടല്ലോ ഒരു വല്ലാത്ത ചൊവയും ചിലപ്പോൾ പുളി കാണത്തില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഗ്യാസ് അങ്ങ് ഓഫാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചട്ടിയിലാണല്ലോ ഞാൻ വെച്ചത്. ഈ ചട്ടിക്ക് ഓൾറെഡി ഒരു ചൂടുണ്ട്. ഈ നമ്മൾ ഗ്യാസ് ഓണാക്കി ഇട്ടുകൊണ്ട് ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു സുമാറ് കാണത്തില്ല. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ചട്ടിക്കകത്തോട്ട് തന്നെ ഉണ്ടോ ഈ തൈരങ്ങ് ഒഴിക്കുവാണേ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കുക. കണ്ടോ, ഈ ചട്ടിയുടെ ചൂട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചൂടാക്കുകയൊന്നും വേണ്ട. കണ്ട, ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന കണ്ട നമ്മൾ കല്ലേ ചതയ്ക്കുന്നതിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? ഈ രീതിക്ക് വേണം നമ്മൾ പച്ചടിക്ക് കടുക് ചതയ്ക്കാൻ. അല്ലാതെ മിക്സിയിലിട്ട് അരയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കടുകിൻ്റെ പരിപ്പ് ഇട്ടോ അല്ല പച്ചടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇതങ്ങ് ഇളക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു പച്ചടിയുടെ ഒരു രുചി വരുന്നത് തന്നെ ഈ കടുക് ചതച്ചിടുമ്പോഴാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഓൾറെഡി ഗ്യാസ് ഓഫാണ്, ഓൾറെഡി നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ചട്ടിയുടെ ഇതിൽ. ഇനി നമുക്കിതിനകത്തോട്ട് കടുവൊക്കെ വറുത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. കടുവ് വറക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനിവിടെ ഒരു 3 ഉണക്കമുളക് കണ്ടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി. കണ്ടോ, ഇത് നമ്മൾ ഇതിനകത്ത് ഇനിയും നമ്മൾ കടുകിടത്തില്ല കേട്ടോ. ഇനി നമ്മൾ കടുകിടത്തില്ല, ഓൾറെഡി നമ്മൾ കടുവ് അരച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഈ കടുവ് വറക്കാനുള്ള സാധനങ്ങൾ ഇടുവാണേ. നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കോരി ഒഴിക്കും. ഇത്രയേ ഉള്ളൂ പച്ചടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, കടുക് നമ്മൾ ചതച്ചാണ് ഇടുന്നത്. ഇനിയിപ്പം അരകല്ലില്ലെന്നോർത്ത് ആരും ടെൻഷനൊന്നും പിടിക്കേണ്ട. എല്ലാവരുടെയും വീടുകളിൽ ഈ ചെറിയ കല്ല് കാണുമല്ലോ, അതല്ല എങ്കിൽ ഇനിയിപ്പോൾ കല്ലൊന്നും ഇല്ലെന്നോർത്ത് ആരും ടെൻഷൻ പിടിക്കേണ്ട. ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് കുറച്ച് കടുക് എടുത്ത് വെച്ചൊന്ന് ഇടിച്ചാൽ മതി. അപ്പോഴായാലും ഈ പരിപ്പ് ഇതുപോലെ ചാടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. എന്നും പറഞ്ഞ് നിങ്ങൾ അയ്യോ ഇതൊന്നും ഇല്ലെന്നോർത്ത് മിക്സിയിലൊന്നും ഇട്ട് ചതച്ച് ചെയ്യാൻ നിൽക്കരുത്. കാര്യം ഒരു 10 കടുക് മാത്രമായതുകൊണ്ട് അത് ചതഞ്ഞ് കിട്ടാൻ പാടാണ്. 1-2 ഒക്കെ ചതയും, ബാക്കി കടുക് പോലെ തന്നെ കിടക്കും. അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ലൊരു ഐഡിയ. അപ്പോൾ നമ്മുടെ ഇവിടെ കടുക് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞു, കടുക് വറക്കുമ്പോൾ നമ്മൾ കടുക് ഇടാറില്ല.
ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ഈ പച്ചടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടുക് വറക്കുമ്പോൾ നമ്മൾ കടുക് ഇടാറില്ല, മറിച്ച് നമ്മൾ കടുക് ചതച്ചാണ് ഇതിലിട്ട് കൊടുക്കുന്നത് കേട്ടല്ലോ. അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഇത് മാത്രം കൂട്ടി ചോറുണ്ടുള്ളൂ. ഇവിടെ ഞങ്ങളുടെ കൊച്ചുങ്ങളൊക്കെ അങ്ങനെയാണ്, ഈ കറി ഉണ്ടെന്ന് കണ്ടാൽ കുറേ ചോറുണ്ണും. അതായത് അവർ എന്നും ഉണ്ണുന്നതിനൊക്കെ കൂടുതലുണ്ണും, 2-3 പ്രാവശ്യം മേടിച്ചുണ്ണും. ഒന്നാമത് ഈ കളറ് ഇതിപ്പോൾ ഇച്ചിരി കളർ കുറവാണ്, ചില ബീട്രൂട്ടിന് നല്ല കളറാണ്. അപ്പം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ. അപ്പം ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒന്നും മറക്കരുത്. അപ്പം ഞാൻ തന്നെ ആദ്യം ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് നല്ലതാണോ ഇല്ലയോ എന്ന് നിങ്ങളോട് പറയാം കേട്ടോ. കൊള്ളാം കേട്ടോ. പുളി, കടുകിൻ്റെ ചൊവ, എരിയ എല്ലാം ഉണ്ട്. എല്ലാം ഒത്തിരിക്കുന്ന ഞാൻ വെച്ചത് കൊണ്ട് പറയുമല്ല, സൂപ്പറാണ്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും വണക്കം.